ഹായ് ഗായ്സ്, എനിക്ക് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കണ്ട് മൈൻക്രാഫ്റ്റിലാണ്. അതുപോലെ നമ്മുടെ സ്വന്തം ഡിസ്പ്ലേ സിറ്റീസിൻ്റെ 14ാമത്തെ എപ്പിസോഡ്, 14 14ാമത്തെ എപ്പിസോഡിൻ്റെ സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ 4 ദിവസം ഇടവിട്ട വീഡിയോ, ഇച്ചിരി ദിവസം ഇടവിട്ട വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഗ്യാപ്പിട്ട് ഇനി വീഡിയോ എടുക്കത്തുള്ളൂ. അങ്ങനെ ഗ്യാപ്പിട്ട അപ്പം 14ാമത്തെ എപ്പിസോഡ് ഇപ്പം ഒരു 14, ഇപ്പോൾ ഒരു കുറച്ച് എപ്പിസോഡ് ആകേണ്ട ടൈമായി. ഞാനിപ്പം ഇടവിട്ട വീഡിയോ എടുക്കുന്നത്. അപ്പം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഗോളെന്ന് പറയുമ്പം നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ബേസ് അണ്ടർഗ്രൗണ്ട് ബേസ്, പിന്നെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനും കൂടെ ഒരു ഏരിയ എന്തെങ്കിലും പൊട്ടിച്ച് അതിനും കൂടെ ഒരു ഏരിയ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഏരിയ. അതിന് മുന്നേ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ട ഫോർച്യൂൺ 3, പിന്നെ ഇതിനകത്ത് ലൂട്ടിങ് 3 ഇട്ടിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇതിനകത്ത് ഇതല്ലല്ലോ, ഞാൻ മൈനിങ്ങിന് പോയപ്പം ഇത്രയും സാധനം 33 ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എടുക്കട്ടെ. കോളൊക്കെ ഇഷ്ടം പോലെ സിൽക്ക് ടെക്സ്റ്റ് കൊണ്ട് വാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ഫുള്ളും വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഡയമണ്ട് മാത്രം 33 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോർച്യൂൺ ചെയ്യാം ഗൈസ്. ഫോർച്യൂൺ 3 എന്തി ഒരു കുറച്ച് കിട്ടുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ആദ്യമായിട്ട് നോക്കാം. ഇതെല്ലാം മൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന്. അതിനെ വണ്ടക്ക് 2 കിടക്കുന്നു. അയ്യോ, ലാഗടിച്ച്, സോറി ഗൈസ്, ലാഗടിച്ച്. ഫോർച്യൂൺ ചെയ്യുന്നത് ലാഗടിക്കുക. അപ്പോൾ നമ്മൾ ഇത് ലെഫ്റ്റ് ഹാൻഡിലും പിടിച്ചേക്കാം. അപ്പോൾ അതും സിൽക്ക് ടച്ച് മിൻ്റ് ആയിക്കോളും. ഞാൻ ഇതിനകത്ത് മിൻറ്റിങ് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് റിപ്പയർ ഏതാണെന്നോ നോക്കിയത്. എത്രയായി കാണാം? ഒരു സ്റ്റാക്ക് 6 അത്രയും കിട്ടിയോ? അതിനുള്ളതുണ്ടോ? ഇനി നമുക്ക് ഡയമണ്ട്, ഇനി എന്തിന്, അത്യാവശ്യത്തിന് ഡയമണ്ടൊക്കെ ആയി. അപ്പോൾ ഗൈസ്, ഞാൻ ഒന്ന് കടന്ന് ഉറങ്ങട്ടോ. അപ്പോൾ ഗൈസ്, ഇതുപോലെ മറ്റേതും കോളും അയണും എല്ലാം ഞാൻ ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാൻ അയൺ ചെയ്യുന്നില്ല. അയൺ നമുക്ക് എന്തെങ്കിലും ബിൽഡിന് ഇങ്ങനത്തെ ഇതുപോലത്തെ അയൺ ഉപകരിക്കും. ഇതൊന്നും ചെയ്യണ്ട, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ചെയ്യണ്ട. നമുക്ക് കോള് മാത്രം ഒരു സ്റ്റാക്ക് ഇതിരുന്നോട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്തിച്ചാൽ പോരെ. ലിങ്ക് വീട്ടിലെങ്കിൽ ഇപ്പം തന്നെ ഒരുപാട് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടം കുടിക്കാം. അതിനുവേണ്ടി പിക്കച്ചെടുത്ത് വണ്ടക്കൊട്ടച്ച് ഞാൻ കുബിൾ സ്റ്റോൺ ആക്കും. നമുക്ക് ഇപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് താഴോട്ട് പോയിട്ട് കാണിക്കും ഗൈസ്. ഇത്രയല്ല, കുറച്ച് ഞാനൊരു കോള് തപ്പി അവിടെ നിന്ന് ഇങ്ങോട്ട് കുഴിച്ച് വന്നു. വീണ്ടും അയണിൻ്റെ പൂരം. എനിക്ക് അയൺ വേണ്ട, അതുപോലെ അയൺ കിട്ടുന്നു. ഇപ്പോൾ അയൺ ഫാമിൽ നിന്ന് ഇഷ്ടം പോലെ അല്ലാത്തപ്പോൾ നമുക്ക് ഒരു അയൺ പോലും കിട്ടത്തില്ല. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അടച്ചേക്കട്ടെ. ഒരു കോള് ഇങ്ങോട്ട് എടുത്തെടുത്ത് വന്നത് ഇത്രയും വലിയ കുഴി. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും കുറച്ചൊന്ന് കുഴിക്കണം. കുറച്ച് മതി, വലിയതായിട്ടൊന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ട് മതി. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ഏരിയ നിന്ന് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കാര്യം ഓർത്ത് ഗൈസ്, ഞാൻ ഓഫ് ക്യാമറ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ഒരു സീ തപ്പം പോയത്. അത് നമുക്ക് ഓഷൻ വേണമായിരുന്നു. അപ്പം പോയപ്പം ഞാൻ ഇങ്ങനെ തപ്പി പോയപ്പം സാൻഡ് ബയോമിലെത്തി. നമ്മുടെ റിസേർട്ടി
അപ്പം അവിടെ എത്തിയപ്പം നമുക്ക് അവിടുന്ന് ഒരു വില്ലേജ് കിട്ടി. പിന്നെ നമ്മുടെ നെതർ പോർട്ടലിരിക്കുന്നില്ലേ ഇവിടെ നമ്മളിവിടെ ഞാൻ ഉണ്ടാക്കിയ അതിൻ്റെ അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കേവ് വന്ന് ഞാൻ പൂച്ചിച്ച് തള്ളിയ കേവ് നോക്കി നേരത്തെ അവിടെ ഒരു മൈൻ ഷാഫ്റ്റ്. അവിടെ ആണെങ്കിൽ 3 സ്പോണർ അങ്ങോട്ടുണ്ട്. 3 സ്പോണർ. അവിടെ നിന്നും കുറേ ലൂട്ടുണ്ട്. പിന്നെന്തുവാ അങ്ങനെയൊക്കെ അവിടെ നിന്ന് കുറച്ച് അതൊക്കെ ഉണ്ട് ലൂട്ട്. അതിനകത്തിൽ കുറച്ച് ലൂട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് അത്രയും അയണം ഒക്കെ ഇതിനും കുറേ ഉണ്ടല്ലോ. കുറച്ച് പൊട്ടിച്ച് ഞാൻ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഭയം എന്തെന്ന് എൻ്റെ പേര് അയ്യോ ഭയമിൻ്റെ പേര് എനിക്കറിഞ്ഞൂടെ വോയിസ് മറ്റേ കോൺക്രീറ്റ് ഒക്കെ കിട്ടത്തില്ലേ ആ ഭയമോ അതിൻ്റെ തൊട്ടടുത്ത് കിട്ടി. എന്നിട്ട് ആ എണ്ണക്ക അതിൻ്റെ വണ്ടക്ക തന്നെ ഇരുന്നോട്ട് എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഇത് മൊത്തം പൊട്ടിച്ചിട്ട് കാണാം ഗൈസ് തൽക്കാലത്തിന് ഇത്ര ഏരിയ മതി. ഇപ്പുറത്ത് എൻജിനീയറിങ് ഏരിയയും ഇപ്പുറത്ത് നമ്മുടെ ഒരു ബെഡ്റൂം പോലെ. പിന്നെ ആവശ്യം വരുവാണെങ്കിൽ നടുക്കോട്ട് പൊളിച്ച് വെച്ചാൽ മതി. ഇവിടെ കുറേ കോളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്നോട്ട് ആവശ്യം വരുമ്പം എടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു രാത്രിയാണ് ചുമ്മാ കിടന്ന ഞാൻ എൻ്റെ ഫ്ലോറിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയപ്പം നമ്മുടെ കുറേ അയൺ ബ്ലോക്ക് ഇരിപ്പുണ്ട്. എനിക്കെന്തെങ്കിലും അതിന് മുന്നേ ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതുണ്ട് കോൺക്രീറ്റ് ടെറാക്കോട്ട പോയ അങ്ങനെ കണ്ട് ടെറാക്കോട്ട ആ സംഭവം കിട്ടി. അപ്പോൾ ഈ കുറേ അയൺ ബ്ലോക്ക് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തിൽ കുറച്ച് അയൺ ബ്ലോക്ക് എടുത്തിട്ട് നേരെ ഫ്ലോർ ആക്കാനാണ് വിചാരിക്കുന്നത്. അയണിൻ്റെ കിഴപ്പൊന്നുമല്ല, ഞാൻ ഒഴിച്ച് അയൺ ഇരിപ്പുണ്ടല്ലോ, ഇഷ്ടംപോലെ അയണുണ്ടല്ലോ, എന്നാൽ വെച്ച് അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അടിയിലത്തെ സെറ്റ് കൊണ്ട് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് കാണിച്ചു തരാം. നേരെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളും വെച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ ഫ്ലോറൊക്കെ ബ്ലോക്ക് കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെന്ന് പറയുമ്പോൾ സ്പ്രൂസ് കൊണ്ട് സൈഡ് വാളായിട്ട് വെക്കണം. അതാണ്, അല്ലെങ്കിൽ ഒരു മെന കാണത്തില്ല. സ്പ്രൂസ് വുഡ് മതി. ഇനിയും ബ്ലോക്ക് ഓഫ് സ്പ്രൂസ് വുഡ് ഉണ്ടോ അതോ മൈൻഡ് മണ്ടക്കല്ലേ മണ്ടക്ക് സ്പ്രൂസ് വുഡ് ഇനി മൈൻഡ് ചെയ്യണം ഗൈസ്. അപ്പം ഞാൻ മൈൻഡ് ചെയ്തിട്ടാണ് ഗൈസ്. ഞാൻ മണ്ടക്കൊണ്ടൊന്നും നമ്മൾ ഈ ചെറിയ ബ്ലോസത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ ഇപ്പം വെൻട്രിൻ്റെ ട്രേഡർ വന്നപ്പോൾ അവൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ചെറിയ ബ്ലോസത്തിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ പയ്യെ മരം വെട്ടാൻ തുടങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇത്രയും വെച്ചു, റൂഫൊക്കെ ഇത്രയും ശരിയാക്കി. അപ്പം അത് ബാക്കിയുള്ള ഞാൻ ക്യാമറ ചെയ്യാം, അല്ലെങ്കിൽ മഴ ഇവിടെ. അത് അല്ലെങ്കിൽ നോയ്സ് ഒരുപാട് വൃത്തിയായിട്ട് നോയ്സാകും. അപ്പം ഞാൻ ബെഡൊക്കെ താഴെ കൊണ്ട് വെക്കട്ടെ. ബെഡിൻ്റെ ഏരിയ നമുക്ക് ഇവിടോട്ടാക്കാം ഗൈസ്. ഇങ്ങനെ ഓക്കെ. എൻചാൻഡിങ്ങിൻ്റെ ഏരിയയും വെച്ചേക്കാം. അത് നമുക്ക് ഇങ്ങനെ വെക്കാം. നിൽക്കാം 1 2 3 4 5 6 ഉണ്ട്. ഇവിടെ വെച്ചേക്കാം 2. അത് പിന്നെ നോക്കാം. അപ്പം ഓക്കെ ഗൈസ്, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഫർണസൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റെയറും ആക്കിയായിരുന്നു ഗൈസ്, അതും പണി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് അയണിങ് എടുക്കട്ടെ. ഇത് ഫുള്ളങ്ങ് പോരട്ടെ. എന്നിട്ട് താഴെ പോയി നമുക്ക് സംഭവം ചെയ്യാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്കട്ടാക്കണമല്ലോ. ടോർച്ച് കയ്യിലല്ലേ?
ഓക്കെ, ഒരു എൻ്റെ വീടിക്ക് ചെറിയ ലാഗ് ഉണ്ട്. അതാ ഓക്കെ, ലാൻഡ് ആയിട്ട് ഞാൻ വില്ലേജ് ഉണ്ടെന്ന് വാങ്ങിച്ചാൽ മതി. പിന്നെ ഉണ്ടല്ലോ. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ തൂക്കിയിട്ട് ഗൈസ്, ഇത് പൊട്ടിച്ചെറിയിട്ട് കറക്റ്റ് ഇവിടെ 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 കുറച്ച് മണ്ടയ്ക്കും കുറച്ച് വേണമായിരുന്നു. ഇവിടെ മണ്ടയ്ക്കിനും വേണ്ട, അവിടെ അത്യാവശ്യം ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി ഇതൊക്കെ ആക്കാണ്ട്, നമ്മുടെ സ്റ്റോൺ മാറ്റിയിട്ട് വുഡ് ആക്കാണ്ട്. അതൊക്കെ പിന്നെ ചെയ്യാം. ക്യാമറ ഇൻറ്റീരിയർ വർക്കൊക്കെ ഓഫ് ക്യാമറ ചെയ്യാം. അപ്പം അതിൻ്റെ ചെയ്യാൻ സമയം കുറച്ച് നേരമായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം തട്ടിക്കൊണ്ട് വീഡിയോ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇറ്റ്സ് മീ ഹാന ഗെയിമിംഗ് സൈനിങ് ഔട്ട്.